Hello guys, welcome back to Malaysian Vlog Diaries. ഞങ്ങൾ പോയി വന്നിട്ട് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് പോലും. ബിക്കോസ് ഐ എം സ്റ്റിൽ നോട്ട് ഓവർ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ട്രിപ്പ് ദാറ്റ് ഐ ഹാഡ്. ഭയങ്കര മെമ്മറബിളാണ് ഇപ്പോഴും ഈ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഈ ഒരു ഫുൾ വ്ളോഗിൽ ടോട്ടൽ കോലാലംപൂർ സിറ്റിയിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ് മൊത്തത്തിൽ ഡംപിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോലാലംപൂർ ഫസ്റ്റ് ഞങ്ങൾ എത്തിയതും ബാട്ടു കേവിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഡേ ഫ്രഷപ്പായി ഒരു കിക്ക് സ്റ്റാർട്ട് എടുത്തത് ഞങ്ങൾ ടിയോൺ ഹൂ ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ചൈനീസ് ടെമ്പിളിലോട്ടാണ് പോയത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിലുള്ളൊരു ഗുരുവായൂർ അമ്പലം പോലെയാണ്. ബിക്കോസ് അമ്പലത്തിൽ കല്യാണം കഴിക്കുന്നു, അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളൊരു കൈൻഡ് ഓഫ് വൈബാണ് ബേസിക്കലി. അവിടെ ഇതുപോലെ കുഞ്ഞു കുട്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കുറേ കടകളുണ്ട്. ആൻഡ് അതിലത്തെ ഓരോ ഐറ്റത്തിന് ഓരോ ഡിഫറെൻറ്റ് പ്രൈസാണ്. വേർത്തി ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല. ഞങ്ങളിതൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഇസ്തെറ്റിക് സിനിമാറ്റിക് ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോഴേക്കും ദേ നിൽക്കുന്നു ഒരു കല്യാണ പെണ്ണും ചെറുക്കനും വിത്ത് ഫാമിലി. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോട്ടൽ ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വെഡ്ഡിങ് കൾച്ചറാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു രജിസ്റ്റർ ഓഫീസാണ്. കുറേ ആൾക്കാർ അവിടെ അന്നേ ദിവസം തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കുറേ പേര് കല്യാണം കഴിച്ച് ഇറങ്ങുന്നു. അങ്ങനെ കല്യാണം കഴിച്ചൊരു ഫാമിലിയാണിത്. ഞങ്ങൾ ജസ്റ്റ് പല ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബ്രൈഡ്സിനൊക്കെ കണ്ട് ഇങ്ങനെ മ്യൂസ് ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമേഷ് ചേട്ടൻ ചെന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരാദ്യം കുറച്ച് വിയേർഡായിരുന്നു, എന്തൊക്കെ കാണിക്കുന്നതെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ദെൻ ചെക്കൻ്റെ അച്ഛനുമായിട്ട് കുറച്ചുനേരം സംസാരിച്ചപ്പോഴാണ് പുള്ളി ഇന്ത്യയിൽ NIT പഠിച്ചത്. അങ്ങനെ പുള്ളി എടുത്തുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ. ആൻഡ് ദാറ്റ് വാസ് സച്ച് എ പ്ലസൻറ്റ് മൊമെൻറ്റ്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിനകത്ത് കയറുമായിരുന്നു. അതിനുശേഷം ഈ തിയോ ഹൂ ടെമ്പിൾ എന്ന് പറയുന്നത് അതൊന്നും ഞാൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഇതൊരു 6 ടയേർഡ് ടെമ്പിൾ ആണ്. ഒരു ചൈനീസ് ടെമ്പിളാണിത് ബേസിക്കലി. ആൻഡ് അവരുടെ ചൈനീസ് ഗോഡായിട്ടുള്ള മാസു എന്ന് പറയുന്ന ദൈവത്തെ ആചരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പിളാണ്. ആസ് യൂഷ്വൽ ചിലപ്പോൾ പോയിട്ടാണ് ഇവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എന്താ പറയുക ടെമ്പിളിൽ ചെയ്യുന്ന ഓരോ പൂജാ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആൻഡ് ഇതൊരു 1987 കൺസ്ട്രക്ട് ചെയ്ത ഒരു ബുദ്ധിസ്റ്റ് ഫ്ലേവറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആർക്കിടെക്ചേഴ്സാണ് ഇവിടെ മൊത്തത്തിൽ കാണിക്കുന്നത്. അതൊരു എന്താ പറയുക കൺജങ്ഷൻ ഓഫ് ബോത്ത് ചൈനീസ് ആൻഡ് ബുദ്ധിസം. അങ്ങനെയാണ് ഈ ഫുൾ ടെമ്പിൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. മുക്കിന് നിന്ന് ഓരോരുത്തരായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് ഒരു വലിയ ഹെവി ലഞ്ച് ഞങ്ങൾ പാസ്സാക്കി. ആൻഡ് ഞങ്ങൾ ഓൺ ദ വേ അവിടെ നോക്കിയപ്പോഴേക്കും ഹിന്ദി സോങ് മാറ്റി മല്ലു സോങ് ഇട്ടു, വിച്ച് ഇസ് ഇല്ലുമിനാറ്റി സോങ്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് വൈബ് ചെയ്യാൻ തുടങ്ങി, ഞാനും അബിയും കൂടെ. ആൻഡ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റിൻ്റെ പേരാണ് സ്ട്രീറ്റിനെ വിളിക്കുന്ന പേരാണ് പെറ്റ്ലിംഗ് സ്ട്രീറ്റ് ആർട്ട്. കാരണം അതൊരു വളരെ കുഞ്ഞൊരു സ്ട്രീറ്റാണ്. ഞങ്ങളതിൻ്റെ ഒരു സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. കാരണം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു പെനാങ് ഐലൻഡിലുണ്ടായിരുന്ന ആർട്ട് സ്ട്രീറ്റും. സോ കൈൻഡ് ഓഫ് റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഇത്രയും റഷുള്ള സ്ഥിതിക്ക് എന്താണ് അകത്തെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകാൻ അത് കയറിയപ്പോഴേക്കും പകുതി പേര് ഓൾറെഡി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അത്രയും കുഞ്ഞതാണെന്ന് മനസ്സിലായി. ജസ്റ്റ് അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വൈബ്രൻറ്റ് ഒരു മൂറൽ ക്രിയേറ്റഡ് ബൈ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിക് ലൊക്കേഷനാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുകയായിരുന്നു, പക്ഷേ ഈ വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത്. നല്ലപോലെ പടമൊക്കെ വരച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഒരു 3D എഫക്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ആൻഡ് അവരുടെ വാൾസ് എവിഡൻ്റ്ലി കാണാം ആ ഒരു ആർട്ട് ഫോം അവർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെറ്റ്ലിംഗ് സ്ട്രീറ്റ് ആർട്ട് കണ്ട് ഇറങ്ങാൻ തന്നെ അധികം സമയമൊന്നും എടുത്തില്ല. ബട്ട് ദെൻ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്പോട്ടായതുകൊണ്ട്
കയറി ചെന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ആൻഡ് അതിനുശേഷം ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന കോലാലംപൂരിൻ്റെ ഒരു സെൻട്രൽ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു റിവർ ഓഫ് ലൈഫ് കാണാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ ഞങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ട പോലത്തെ അത്ര വൈബ് ഉണ്ടായിരുന്നില്ല. അതാണ് ഇച്ചിരി ഡിസപ്പോയിൻ്റഡ് ആയിട്ട് എൻ്റെ പിള്ളേരിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ഫെഡറൽ ടെറിട്ടറി ഓഫ് കോലാലംപൂർ എന്ന് പറയുന്ന ഏരിയയാണ്. എൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ആൻറ്റി അങ്കിൾ ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. നമുക്ക് അവിടെ ഒരു ദറ്റ്സ് ലൈക്ക് എ സെൻട്രൽ പ്ലേസ്. കാരണം ഞങ്ങൾ പോയതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച അവിടെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു മലേഷ്യയിലെ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേഡിയം, സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് നടന്ന് കണ്ട് ആ ഒരു സ്ട്രീറ്റും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടൊരു ചെറിയ ചാറ്റൽ മഴ അവിടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ കൂടുതൽ കൊള്ളണ്ട എന്ന് വെച്ചാൽ കാരണം അവിടെ പെട്ടെന്നാണ് അൺസർട്ടൺ ക്ലൈമറ്റ് കൊണ്ട് മാറി വരുന്നത്. വെയിലും മഴയും ഒക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ നിൽക്കുന്നത്. ദെൻ ഞങ്ങളൊരു ക്യാബ് പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കാണാൻ പോയ ഒരു ഏരിയ ആണ് കോലാലംപൂരിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് മാൻഡേറ്ററി സ്പോട്ട് വിച്ച് ഇസ് ലൈക്ക് KL ടവർ. അതൊരു ഭയങ്കര ടോളസ്റ്റ് ടവറാണ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു റെക്കോർഡുണ്ട്. ഒരു 1100 ഫീറ്റ് പൊക്കമാണ് നമ്മുടെ ഈ കോലാലംപൂർ ഈ ഒരു KL ടവറിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓ മൈ ഗോഡ്, ഈ വീഡിയോ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം വരുന്നതല്ല, ഞാൻ വെറുതെ അവിടെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു റാൻഡം ഓഫ് കുറേ ചൈനീസ് ആൾക്കാർ വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുക്കണമെന്ന് സെൽഫി എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ ദേ സ്റ്റാർട്ടഡ് കോളിങ് ഓൾ ദ പീപ്പിൾ ഹു വർ ദെയർ വിത്ത് മീ. ആൻഡ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എന്നിട്ട് അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നു. വിച്ച് വാസ് ലൈക്ക് വിയേർഡ്. അവർ വിചാരിച്ച് കാണും ഞാനിതൊരു സെലിബ്രിറ്റിയാണെന്ന്. ആൻഡ് ദെൻ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ മേലെ കയറാൻ നിന്നില്ല, കാരണം അത്രയും വേർത്തിയാണെന്ന് തോന്നിയില്ല. സോ ഞങ്ങൾ താഴെ തന്നെ നിന്ന് കുറേ ഫോട്ടോസും കുറച്ച് ഷോർട്സ് വീഡിയോസും ഒക്കെ എടുത്തു. ഇവരെ കൊണ്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് എഡിപ്പിച്ചു. പക്ഷെ ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. ഇവന്മാരെ നേരത്തെ കളിച്ചില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ആൻഡ് പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കണ്ടു മഞ്ഞ കളർ കുരങ്ങ. ഞാൻ ലൈഫിൽ അങ്ങനെ ഒരു മഞ്ഞ കളർ കുരങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കാർട്ടൂണിലൊക്കെ പോലത്തെ ഒരു ബിയേർഡ് കോമ്പൗണ്ടർ മഞ്ഞ കുരങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് നമ്മൾ ചെല്ലുന്ന റൂമിലോട്ട് വെച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു പോവുകയാണ്. കാരണം രാവിലെ നല്ല ടയറിങ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ പിന്നെ റൂമിൽ വന്ന് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ട് വൈകുന്നേരം നൈറ്റ് ബാക്കി സ്പോട്ട് കോലാലംപൂർ സിറ്റി കാണാമെന്ന രീതിയിൽ തിരിച്ച് റൂമിൽ വന്നു. ആൻഡ് റൂമിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് അമേസിങ് ഇൻഫിനിറ്റി പൂൾ. രാത്രിയിൽ കുറച്ച് നേരം നല്ലപോലെ പൂളിൽ കിടന്ന് അട്ടഹാസിച്ച് അർമാദിച്ചതിന് ശേഷം ഞങ്ങൾ വളരെയധികം ആ നൈറ്റ് വ്യൂ ഫ്രം അവർ ഇൻഫിനിറ്റി പൂൾ പെട്രോണ ട്വിൻ ടവർ ഇങ്ങനെ ദൂരം നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് വി വർ ലൈക്ക് സോ എക്സൈറ്റഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് മലേഷ്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ട്വിൻ ടവർ നേരിട്ട് കാണാൻ പോവാണ്. ദൂരത്ത് നിന്നത് കണ്ടതിന് ശേഷം നേരിട്ട് നിന്ന് കാണാൻ വേണ്ടി ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ പോകുകയായി. ആൻഡ് ഫൈനലി വി ഗോട്ട് ടു സീ ദറ്റ് അമേസിങ് ട്വിൻ ടവർ വിച്ച് ഇസ് ലൈക്ക് എ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മെസ്മറൈസിങ് ഒരു സ്പോട്ടാണ് ഈ ട്വിൻ ടവർ. ട്വിൻ ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത്ര ടോളാണ് എന്ന് കാണുമ്പോൾ തന്നെ വേറൊരു കൈൻഡ് ഓഫ് ഇതാണ്. പിന്നെ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന കുറച്ച് ഡ്രാമ ക്രിയേഷൻ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ പതുക്കെ പുറത്ത് റിലീസായിരിക്കും. ആൻഡ് ദെൻ വി ജസ്റ്റ് വെൻറ്റ് ടു ദ ഫുഡ് സ്ട്രീറ്റ്. തവളയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ബട്ട് ദെൻ എനിക്ക് ഒട്ടും തന്നെ ആ പരിപാടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. രാത്രി തന്നെ വേഗം ഫുഡ് കഴിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ദിസ് ഈസ് അവർ സെക്കൻഡ് ഡേ അറ്റ് കോലാലംപൂർ മെയിൻ സിറ്റി ടൂർ. ആൻഡ് ഞങ്ങൾ നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും ഇവന്മാരൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ഇവന്മാർ. സ്ട്രേറ്റ് അവേ നമ്മൾ സമയം കളയാണ്ട് സെൻട്രൽ മാർക്കറ്റിലോട്ടാണ് പോയത്.
സെൻട്രൽ മാർക്കറ്റിൽ ഇറ്റ്സ് മോർ അബൌട്ട് ലൈക്ക് ഷോപ്പിംഗ് സ്ട്രീറ്റ് മാതിരി. ഇത് മുന്നേ ഞങ്ങൾ പെവലിയൻ മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ മാത്രം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദാറ്റ്സ് ജസ്റ്റ് എ മോൾ ആൻഡ് കുറച്ച് ലക്ഷറിയസ് ബ്രാൻഡ്സ് ഒക്കെ അവിടെ കൂടുതലുണ്ട്. ആൻഡ് വി വർ നോട്ട് ലൈക്ക് ടു മച്ച് ഡു ലക്ഷറി തിങ്സ്. ആൻഡ് സ്ട്രീറ്റ് മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റിൽ എന്താ ഉള്ളതെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെയും വലുതായിട്ട് പറയത്തക്ക ഭയങ്കര ഹൈപ്പുള്ള സംഭവങ്ങളൊന്നുമില്ല. ആൻഡ് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു മോളിൻ്റെ അകത്തൂടെ റാൻഡമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു. വലുതായിട്ട് ഞങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല. ദെൻ വി വെൻറ്റ് ടു ചൈന ടൗൺ. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് സമയത്ത് കണ്ടാൽ മനസ്സിലാവും ഞങ്ങളെല്ലാം വളരെ ക്ഷീണിച്ചു. നൈറ്റ് ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഷോർട്ട്സ് എടുക്കാനും ഞങ്ങൾക്ക് പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ ബാക്ക് സൈഡ് ഓഫ് ദ ചൈന ടൗൺ. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് അവശ്യമായി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ക്യാബ് നോക്കിയിട്ട്. കാരണം വി വർ ലൈക്ക് ടു ടയേർഡ്. അന്നത്തെ ദിവസം മൊത്തം മോൾസ്, മാർക്കറ്റ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്സ്, ദാറ്റ്സ് ഇറ്റ്. ദെൻ വി ഗോട്ട് ദ ക്യാബ് ആൻഡ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ചല്ലല്ലോ അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച് ഈ വീഡിയോ കാണുമ്പോൾ. വി ജസ്റ്റ് ഡയറക്റ്റ്ലി വെൻറ്റ് ടു സലോമ ബ്രിഡ്ജ്. ദാറ്റ്സ് ലൈക്ക് ഒരു ഫിഷിൻ്റെ ഒരു ബാക്ക് തൊലി മാതിരി നമുക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രിഡ്ജാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ ട്വിൻ ടവറിനെയും കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറേ പേര് മറ്റേ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു രീതി കാരണം ലൈക്ക് ഒരു റിങ്കറ്റിനൊക്കെ അവിടെ ആൾക്കാർ വന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിന് ഒരു റിങ്കറ്റൊക്കെ മേടിച്ചു. ഞങ്ങൾ ഇന്ത്യക്കാർ നമ്മളൊട്ടും പൊട്ടന്മാരല്ലല്ലോ. വി ആർ ലൈക്ക് ഫിൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഐഡിയാസ് ആൻഡ് ബ്രെയിൻ തിങ്സ്. ആൻഡ് ഇതുപോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കുന്നതും ഫോട്ടോ കൊടുക്കുന്നവർ പൈസയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റിൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് ദെൻ ആൻറ്റീനെ അങ്കിളും കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ ഇതുപോലെ ഇങ്ങനെ എടുത്തു. അത് ദാറ്റ് വാസ് ഓൾസോ ഫൺ. കാരണം നല്ല രസമാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അവർ വെച്ച്. ആൻഡ് ദിസ് ഈസ് എ ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് ചുമ്മാ ഒരു ഈവനിങ്ങിനോ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും പെട്രോണ ട്വിൻ ടവറിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമുക്ക് ഈ ഒരു സ്പോട്ട് ഇറ്റ്സ് ലൈക്ക് ഗുഡ്. ഇറ്റ് ഈസ് വെരി നൈസ്. ഇതിൻ്റെ ഡേ ലൈറ്റിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ബട്ട് ദെൻ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടക്കുന്നൊരു വ്യൂ ആൻഡ് അതേ കൂടെ നടന്ന് നമ്മൾ നേരെ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എത്തുന്നൊരു ഫീല് അമേസിങ്. ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് വെരി ലക്കി ആൻഡ് വി ആർ ലൈക്ക് ടു മച്ച് വിത്ത് ബ്ലെസ്സിങ്സ് ടു ഹാവ് all these days, much memorable. And I was just standing over there. അതിനെ ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഡേ തന്നേന്. കാരണം ഇറ്റ് വാസ് ലൈക്ക് എ ലാസ്റ്റ് ഡേ ഫോർ മീ. കാരണം ഇത് കഴിഞ്ഞ ശേഷമുള്ള നെക്സ്റ്റ് ഡേ ഞങ്ങൾ കൊല്ലംബർ സിറ്റി വിടുകയാണ്. സോ ഐ വാസ് ജസ്റ്റ് sticking to the moment, cherishing each second in that city life. And പിന്നെ നമുക്ക് നല്ലപോലെ വിശന്നു. ഞങ്ങൾ സ്ട്രീറ്റിൽ നിന്ന് പതുക്കെ ഇറങ്ങി നടന്ന് അതിനുശേഷം ക്യാബിനകത്ത് കയറി ദെൻ എഗെയിൻ ഞങ്ങൾ കുറച്ച് പേര് നടന്ന് ഇതും ഒരു കൈൻഡ് ഓഫ് ഫുഡ് സ്ട്രീറ്റാണ്. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. പക്ഷേ ഞങ്ങൾ നല്ലപോലെ വിശന്നിരുന്നുകൊണ്ട് ഞങ്ങൾ ഈ സ്ട്രീറ്റ് നടന്നു കഴിഞ്ഞ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഹെവി ഫുഡ് അടിക്കുക എന്നുള്ള ഡിസിഷനായിരുന്നു. കാരണം ദാറ്റ്സ് ലൈക്ക് എ ലാസ്റ്റ് ഡേ ഇൻ കോലാലംപൂർ സിറ്റി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അലിബാബയിൽ പോയി നല്ല അടിപൊളി ബിരിയാണിയും ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ആൻഡ് വൺസ് വി റീച്ച് ദെയർ നല്ല ക്യൂട്ട് ലിറ്റിൽ ബോയുടെ ആർട്ടിസ്റ്റിക് വേർഷൻ ഞങ്ങൾ കണ്ടു. നല്ലപോലെ വരയ്ക്കുന്നുണ്ടായിരുന്നു അവൻ. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ വണ്ടർഫുൾ മെമ്മറീസ് ഇൻ കോലാലംപൂർ. ബൈ, സീ യു.